പാകിസ്ഥാനിൽ ചരിത്രത്തിൽ ആദ്യമായി രാമായണം നാടക രൂപത്തിൽ അരങ്ങേറിയിരിക്കുകയാണ്. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ തുടക്കം കുറിക്കുന്നതാവാം ഇതിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. എങ്ങനെ കാണാം ഇതിനെ? തീർച്ചയായിട്ടും അത് രണ്ട് തരത്തിലുള്ള സന്തോഷമാണ് എനിക്ക് ഒരു സാംസ്കാരിക പ്രവർത്തകൻ, അധ്യാപകൻ എന്ന നിലയിൽ ഉണ്ടാക്കുന്നത്. ഒന്ന്, രാമായണത്തിൻ്റെ ഒരു വികാസ സാധ്യതയാണ്. രാമായണത്തിൻ്റെ ഒരു ഇതിഹാസം എന്ന നിലയിൽ അത് ലോകത്തിലെ ഒരു പ്രാപഞ്ചികമായ ഇതിഹാസമായി വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചരിത്രത്തോടൊപ്പം അങ്ങനെയാണ്. രാമായണം ഉണ്ടായ കാലം തൊട്ട് അത് ലോകം മുഴുവൻ പല രാജ്യങ്ങളിൽ പല തരത്തിൽ പല ഭാഷകളിൽ പല താളത്തിൽ അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ അതിഗംഭീരമായി രാമായണം ആഘോഷിക്കപ്പെടുന്നുണ്ട്. മാലിയിലുണ്ട്, ബാലിയിലുണ്ട്, അങ്ങനെ പലയിടത്തും ഉണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ നേപ്പാളിൽ വേറെ ഉണ്ട്. ഇപ്പോൾ ഈയിടെ ചൈനയിൽ പോയി വന്ന ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് ചൈനീസ് ഭാഷയിൽ അതിൻ്റെ ഒരു വെർഷൻ ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ തന്നെ രാമായണത്തിന് പലതരത്തിലുള്ള കഥനങ്ങൾ, പല നെറേറ്റീവ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആദികവി വാൽമീകിയുടേതാണ് ആദ്യത്തെ രാമായണം എന്ന് പറയാം. എന്നാൽ അതിനേക്കാളും മലയാളത്തിന് ജനപ്രിയമായിട്ടുള്ളത് അധ്യാത്മരാമായണമാണ്, വാൽമീകി രാമായണമല്ല. വാൽമീകി രാമായണം മഹാകവി വള്ളത്തോൾ ഉൾപ്പെടെയുള്ളവർ പരിഭാഷപ്പെടുത്തി നമുക്ക് പരിചയമുണ്ട്. പക്ഷേ ഏറ്റവും ജനപ്രിയമായത് എഴുത്തച്ഛൻ്റെ രാമായണമാണ്. എഴുത്തച്ഛൻ്റെ രാമായണം അധ്യാത്മരാമായണമാണ്. അത് മറ്റൊരു സൃഷ്ടിയാണ്. അത് പലപ്പോഴും ഈ രാമായണങ്ങളൊക്കെ തമ്മിൽ പല വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിലുടനീളം, തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴിൽ വന്ന രാമായണങ്ങളുണ്ട്. ഇപ്പോൾ കമ്പരാമായണത്തിൽ രാമനല്ല നായകൻ, രാവണനാണ് നായകൻ. അങ്ങനെ പലതരത്തിലുള്ള വെർഷൻസ് ഉണ്ട്. മാത്രമല്ല വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ, പല തലത്തിലുള്ള ജനതയ്ക്കിടയിൽ ആദിവാസികളുടെ രാമായണമുണ്ട്, ട്രൈബൽസിന് അവരുടെ രാമായണമുണ്ട്. ഇപ്പോൾ മാപ്പിള രാമായണം പോലും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. മാപ്പിള രാമായണത്തിൻ്റെ കർത്താവ് ആരാണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു 1975-ലോ 1976-ലോ മലയാള അധ്യാപകനായിരുന്ന ഡോക്ടർ എം.എൻ. കാരശ്ശേരി മാഷ് വടകരയിലെ CH കുഞ്ഞിരാമൻ നമ്പ്യാരുടെ ശേഖരത്തിൽ നിന്ന് കണ്ടെത്തിയതാണ്. അനോണിമസ് ആരാണ്, മീൻസ് രചയിതാവ് ആരാണെന്ന് അറിഞ്ഞുകൂടാ, അറിയില്ല. അപ്പോൾ അതിന് മാപ്പിളപ്പാട്ടിൻ്റെ താളമാണ്. അപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ഭാഷയിലും അവരുടെ സംസ്കാരത്തിലും അവരുടെ കോസ്റ്റ്യൂംസ്, അവരുടെ താളത്തിലേക്ക് ഇങ്ങനെ രാമായണം എന്ന ഇതിഹാസം പ്രാപഞ്ചികമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ പാകിസ്ഥാനി വെർഷൻ. പാകിസ്ഥാനിൽ രണ്ട് പ്രത്യേകതയാണ് ഈ നാടകത്തിനുള്ളത്. അത് ഒന്ന്, ഈ നമ്മുടെ ദേവനാഗരി ലിപിയായ സംസ്കൃതത്തിൽ ജനിച്ച ഒരു മഹാകാവ്യത്തെ അങ്ങേയറ്റം ജനകീയമായ പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ഭാഷയായ ഉറുദുവിൻ്റെ പോപ്പുലർ ഭാഷയിലേക്ക് മാറ്റുകയാണ്. അത്യന്തം ജനകീയമായിട്ട് നമ്മുടെ ഈ സംസ്കൃത വൃത്തങ്ങളിൽ നിന്ന് ആ മഹാകാവ്യത്തെ ഗസലിൻ്റെ താളത്തിലേക്ക് മാറ്റുകയാണ്. അത് അതിഗംഭീരമായ ഒരു അർത്ഥത്തിലുള്ള ഒരു കലാസൃഷ്ടിയാണത്. നൂതനമായൊരു കലാസൃഷ്ടിയാണ്. അതാണ് അതിൻ്റെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ഇതിഹാസമായ രാമായണത്തിൻ്റെ വലിയ സ്വീകാര്യത. രാമായണം ഇനിയും വികസിച്ചുകൊണ്ടേയിരിക്കും, വളർന്നുകൊണ്ടേയിരിക്കും. മനുഷ്യരുള്ള ദിക്കുകളിലൊക്കെ അത് ചെല്ലുകയും പല പല താളങ്ങളിൽ അത് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതൊന്ന്. രണ്ടാമത്തെ സന്തോഷം, ഇത് പാകിസ്ഥാനിൽ വന്നു. ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാനിൽ നാടക രൂപത്തിൽ രാമായണം അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ്. അത് ചെറിയ കാര്യമല്ല. നമ്മൾ ഇന്ത്യൻ ഇതിഹാസത്തെ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ സ്വന്തം സ്വത്താണെന്നാണ്. പക്ഷെ പാകിസ്ഥാനികൾ അതിനെ തിരിച്ചറിയുന്നത് പ്രാപഞ്ചികമായൊരു സ്വത്താണ് എന്ന് മാത്രമല്ല, ഈ നാടകത്തിൻ്റെ അവതാരകർ, പ്രത്യേകിച്ച് അതിൻ്റെ സംവിധായകൻ യോഗേശ്വർ കരേറ, അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ച യോഗേശ്വർ കരേറ ഒരു സിന്ധിയാണ്. അദ്ദേഹം കൊച്ചുനാളിൽ ഈ സിന്ധിൻ്റെ പ്രത്യേകത അറിയാലോ. സിന്ധിൻ്റെ തലസ്ഥാനമാണ് കറാച്ചി. കറാച്ചിയിലാണ് ഇത് അരങ്ങേറിയത്. കറാച്ചിയുടെ ഒരു പ്രത്യേകത ഈ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നു. അപ്പോൾ അഹമ്മദാബാദിലെ തുറമുഖത്ത് നിന്ന് ഒരു കപ്പൽ കയറിയാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് എത്താവുന്ന, തൊട്ടപ്പുറത്തെ ഒരു അതിർത്തി കടന്നാൽ അപ്പുറത്തെത്തുന്ന തീരമാണ് കറാച്ചി തുറമുഖം. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധം നടന്നിരുന്ന ഒരു കാലത്ത് അതാണ്. മാത്രമല്ല ഇന്ത്യക്കാർ മുഴുവൻ കച്ചവടത്തിന് പോയിരുന്നൊരു സ്ഥലമാണ് കറാച്ചി. കടൽ കച്ചവടത്തിൻ്റെ ഒരു വലിയ തുറമുഖമായിരുന്നു അത്. ഇപ്പോഴും ഈ വിഭജനകാലത്ത് അവിടെ പെട്ടുപോയ കുറേ ഇന്ത്യക്കാരുണ്ട്. അവരുടെ കഥയാണ് ഇപ്പോൾ ബിനുവിനെ അറിയായിരിക്കും. പരദേശി എന്നൊരു സിനിമയുണ്ട് പി.ടി. കുഞ്ഞുമ്മയുടെ. ആ സിനിമ ഇതാണ്. എന്ന് വെച്ചാൽ ജീവിത സന്ധാരണത്തിന് വേണ്ടി വ്യാപാരവും ഒക്കെ കറാച്ചിയിലാണ്. പക്ഷേ കുടുംബവും പരാധീനങ്ങളും ഒക്കെ ഇവിടെയും. അതിനിടയിൽ പെട്ടുപോകുമല്ലോ. അവിടെ വേണമോ ഇവിടെയോ, പാകിസ്ഥാൻ ഓപ്റ്റ് ചെയ്യണമോ ഇന്ത്യ ഓപ്റ്റ് ചെയ്യണമോ എന്നുള്ള പ്രശ്നത്തിൽ പെട്ടുപോയതാണ്. പലപ്പോഴും ഇവിടെ പൗരത്വമില്ലാതെ ഇവിടെ കുടുങ്ങിപ്പോയവർ, അവിടെ പൗരത്വമില്ലാതെ അവിടെ കുടുങ്ങിപ്പോയവർ. അതാണ് ഈ പരദേശി പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു നാടാണ് ഈ കറാച്ചി. കറാച്ചിയിലാണ് ഈ പറഞ്ഞ കറാച്ചിയിലെ ഒരു പ്രസിദ്ധമായ ആർട്സ് കൗൺസിൽ ഓഫ് പാകിസ്ഥാൻ എന്നൊരു ഹാള്.
അവിടുത്തെ നല്ല കലാപ്രകടനങ്ങളൊക്കെ നടക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹാളിലാണ് ഇത് നടന്നത്. ഇത് നടത്തിയത് മൗജ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ്, കലാകാരന്മാരുടെ ഒരു സംഘടനയാണ്. അവർ ദേശത്തിനും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി മനുഷ്യൻ്റെ ഒരുമ, കലാകാരന്മാരുടെ കൂട്ടായ്മയാണത്. ആ കൂട്ടായ്മയാണ് ഇത് സംഘടിപ്പിച്ചത്. വേറൊരു പ്രത്യേകത, ഈ കഴിഞ്ഞ 11-ാം തീയതി ജൂലൈ 11-നാണ് നടക്കുന്നത്. ജൂലൈ 11-ന്റെ പ്രത്യേകത, അത് വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രിയപ്പെട്ട ദിവസം അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാ ദിവസം എന്ന നിലയിൽ ആണ് അത് അരങ്ങേറുന്നത്. ജൂലൈ 11-ന്റെ വേറൊരു പ്രത്യേകത, നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ അന്ന് ഈ രാമായണ മാസത്തിന് വേണ്ടി ഒരുക്കം കൂട്ടുന്ന സമയമാണ്. നമുക്ക് കർക്കടകം രാമായണ മാസമാണ്, കർക്കടക വാവ് ഒരു പുണ്യ ദിവസമാണ്. അപ്പോൾ ഈ കർക്കടക മാസത്തെ സ്വാഗതം ചെയ്യാൻ മലയാളികൾ ഒരുക്കം കൂട്ടുന്ന സമയത്താണ് അന്തർദേശീയമായി ആ ഒരു സംസ്കാരത്തെ പിന്തുണച്ചുകൊണ്ട് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു നാടകം നടക്കുന്നത്. വേറൊരു പ്രത്യേകത ഇതിൻ്റെ സന്ദർഭമാണ്. ഇന്ത്യയും പാകിസ്ഥാനും പണ്ടേ ശത്രുതയുള്ള രാജ്യങ്ങളാണ്. സഹോദരങ്ങളായി കഴിഞ്ഞതുകൊണ്ട് തന്നെ ശത്രുക്കളാകുമ്പോൾ വലിയ ശത്രുതയായിരിക്കും. ആ ശത്രുത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഈ പറഞ്ഞ കലാബോധവും സഹൃദയത്വം ഒന്നുമില്ല. ആ ഭരണകൂടം വരണ്ട രാഷ്ട്രീയക്കാരുടേതാണ്. ആ ഭരണകൂടം തീറ്റിപ്പോറ്റി വളർത്തിയ തീവ്രവാദികളാണ് ഈ കഴിഞ്ഞ മാസം നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി വന്നിട്ട് ഇവിടുത്തെ നിരപരാധികളായ 26 മനുഷ്യന്മാരെ കൊന്നത്, ടൂറിസ്റ്റുകളെ കൊന്നുപോയത്. അപ്പോൾ അവർക്കെതിരായിട്ടുള്ള അറ്റാക്കായിരുന്നു നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. ഇതിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ ന്യായം വിശദീകരിക്കാൻ, തീർച്ചയായിട്ടും ഇന്ത്യ ഭാരതീയമായൊരു പാരമ്പര്യത്തിലാണ് പെരുമാറിയത്. അവിടുത്തെ ഒരൊറ്റ പട്ടാളക്കാരനെയും നമ്മൾ കൊല്ലാൻ പോയില്ല, പാകിസ്ഥാനിലെ സാധാരണക്കാരനെ ആക്രമിച്ചില്ല, അവിടുത്തെ നഗരങ്ങളെ നമ്മൾ ആക്രമിച്ചില്ല. നമ്മൾ ചെയ്തത് ഈ ഭീകരവാദികളുടെ താവളങ്ങൾ പാകിസ്ഥാനിൽ ട്രേസ് ഔട്ട് ചെയ്തിട്ട് അത്തരം 9 കേന്ദ്രങ്ങളെയാണ് നമ്മൾ പോയി തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചത്. അത് ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. അപ്പോഴും നമ്മൾ ഈ ക്യാപ്റ്റൻ ഖുറൈഷി, എന്തായിരുന്നു അവരുടെ പേര്? ക്യാപ്റ്റൻ ഖുറൈഷി. ഖുറൈഷി എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിത അതിന്റെ കമാൻഡറായിട്ട് കൂടി പ്രവർത്തിച്ചു. ഈ സന്ദർഭത്തിൽ അത് വളരെ പ്രസക്തമാണ്. രണ്ടുപേരാണ്. രണ്ടുപേരിൽ ഒരാൾ, 2 കമാൻഡർമാരിൽ ഒരാൾ എന്താ ഈ ഖുറൈഷിയും മറ്റു പേര് മറന്നുപോയി. എന്തായാലും 2 സ്ത്രീകളാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് അന്വർത്ഥമാക്കി. അത് അന്ന് വാർത്താ സമ്മേളനം നടത്തിയത് രണ്ടുപേരും നല്ല സന്ദർഭത്തിലാണ്. സിന്ദൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തിലകക്കുറി ആണ് കാശ്മീർ. അത് അപായപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും നമ്മൾ തന്നെ നേരിടുമെന്ന് ഒരു ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ പ്രതീകങ്ങളായിട്ട് 2 കമാൻഡർമാർ പോയി നടത്തിയ ഓപ്പറേഷനാണ്. അതും ഇന്ന് പ്രസക്തമാണ്. ഈ സമയത്താണ് ഇത്രയും ശത്രുത ഒരു രാജ്യം ഉണ്ടാക്കി, അവരുടെ ഭരണകൂടം ഉണ്ടാക്കി തീർത്ത സമയത്താണ് അവിടുത്തെ കലാകാരന്മാർ ഇന്ത്യയുടെ കൾച്ചർ ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യയുടെ ഇതിഹാസം ഉയർത്തിപ്പിടിക്കുന്ന, അതിന്റെ മാനവികത, അതിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്ന ഈ സന്ദർഭം കൂടിയാണ്. ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാനിൽ രാമായണം അരങ്ങേറുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അതിന്റെ സന്ദർഭം ചരിത്ര പ്രധാനമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, എന്തുകൊണ്ട് ഇതിന് മുൻകൈ എടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ യോഗേശ്വർ പറഞ്ഞ മറുപടി ഉണ്ട്. യോഗേശ്വർ പറഞ്ഞ മറുപടി, ഒന്ന്, അദ്ദേഹത്തിന്റെ മനസ്സിൽ കൊച്ചുനാളിലെ രാമായണം ഉണ്ട്. അദ്ദേഹം DDയിൽ ദൂരദർശനിൽ രാമായണം വന്ന കാലമുണ്ട്. നമ്മുടെ രാമാനന്ദ സാഗറിന്റെ രാമായണം കണ്ട ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് രാമായണം പോയിട്ടില്ല. ഞാനത് ഇപ്പോഴും ആസ്വദിക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ്. എനിക്ക് എൻ്റെ രാമായണം എന്ന ഇതിഹാസത്തിന് വേണ്ടി എനിക്ക് കൊടുക്കാവുന്ന ഒരു ട്രിബ്യൂട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഒന്ന്, അദ്ദേഹം പറയുന്നത് രാമായണം ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെതല്ല, നമ്മുടെ കോണ്ടിനെന്റിൻ്റെതാണ് എന്ന് പറഞ്ഞാലും ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടേതല്ല, മറിച്ച് നമ്മുടെ ഉപഭൂഖണ്ഡത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടേത് മാത്രമല്ല, അത് പാകിസ്ഥാന്റേതും അത് ബംഗ്ലാദേശിന്റേതും ബർമയുടേതും ഒക്കെ കൂടിയാണ്. അതെ, ലോകത്തിൻ്റെതാണ്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു, രാമായണം പ്രക്ഷേപിക്കുന്ന മൂല്യങ്ങളുണ്ടല്ലോ, അത് പ്രാപഞ്ചികമാണ്, യൂണിവേഴ്സൽ വാല്യൂസ് ആണ്. ആ വാല്യൂസ് എന്നും പ്രധാനമാണ്. അതുകൊണ്ടാണ് രാമായണം വീണ്ടും വീണ്ടും പല ഭാഷകളിൽ ജനിക്കുന്നത്, പല താളത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് രാമായണത്തിന്റെ പ്രാപഞ്ചികമായ മൂല്യങ്ങൾ അഥവാ ഭാരതത്തിന്റെ സനാതന മൂല്യങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്നതിന്റെ ഭാഗം കൂടിയാണ്. ആ കമ്മിറ്റ്മെന്റ് കൂടിയാണ് ഇവർ കാണിക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, കലാത്മകമായ ചില പ്രാധാന്യമുണ്ട്. ത്രേതായുഗത്തിലെ രാമന്റെ ജീവിതം പിൽക്കാലത്ത് എപ്പോഴോ ഏതാണ്ട് BC-യിലാണെന്നും AD-യുടെ തുടക്കത്തിലാണെന്നും ഒക്കെ പറയുന്നത്. ഏതായാലും രാമായണം പിറന്ന കാലത്ത് നിന്ന് ഏറ്റവും നൂതനമായ കാലത്തേക്ക് കലാപരമായുള്ള ഒരു പാലം പണിയുകയാണ്. എന്താ പ്രത്യേകത അറിയോ? AI-യുടെ സാധ്യതകൾ ഈ നാടകത്തിൽ നന്നായി ഉപയോഗിച്ചു. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. രാമൻ വനവാസത്തിന് പോയി. അയോധ്യയുമായുള്ള രാമന്റെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നറിയോ? ട്വീറ്റാണ്. രാമൻ വനത്തിനകത്തിരുന്നു കൊണ്ട്
അയോധ്യ പിന്നെ ഈ ആരണ്യകാണ്ഡത്തിലെ രാമൻ വനത്തിനകത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ രാജകൊട്ടാരവുമായി സംവദിക്കുന്ന ട്വീറ്റിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ കാലത്തിൻ്റെ സാങ്കേതിക വിദ്യ കൂടി ഈ ഇതിഹാസ സൃഷ്ടിയിൽ, കലാസൃഷ്ടിയിൽ ഉപയോഗിക്കുന്നു എന്നതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് നാടകത്തിനും രാമായണത്തിനും കിട്ടുന്ന വലിയ സ്വീകാര്യതയാണ്. ഇവിടെ മാത്രമല്ല, പുറത്തും. രാമായണ നാടകം അനൗൺസ് ചെയ്തു ഇവര് കറാച്ചിയിലെ ഈ ഹാളില്, എന്താണ്, ആർട്സ് കൗൺസിൽ ഓഫ് പാകിസ്ഥാൻ എന്ന ഹാളില് അടുത്ത 11-ാം തീയതി വൈകുന്നേരം ഇന്ത്യയുടെ ഇതിഹാസമായ രാമായണം എന്ന നാടകം അവതരിപ്പിക്കുന്നു, താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് ടിക്കറ്റ് വെച്ചു. 1000 ടിക്കറ്റേ അടിച്ചുള്ളൂ. 1000 ടിക്കറ്റ് അടിക്കുന്നത് 100, 300, 400 പേര് വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ 1000 ടിക്കറ്റും വിറ്റുപോയി അതിവേഗത്തിൽ. എന്ന് പറഞ്ഞാൽ ഇതിനോടുള്ള പാകിസ്ഥാനി ജനതയുടെ സ്വീകാര്യത കൂടിയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇന്ത്യൻ സംസ്കാരത്തോടും ഇന്ത്യയുടെ ഇതിഹാസങ്ങളോടും പാകിസ്ഥാനി പൗരന്മാർ ഇത്രയേറെ ആവേശം കാണിച്ചു എന്നതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. ജീവിതത്തിലെ വലിയ അനുഭവമായിട്ടാണ് അതിൻ്റെ കലാകാരന്മാർ പറയുന്നത്. കാരണം ഇതിൻ്റെ സംവിധായകൻ യോഗേശ്വർ കരേരയാണെങ്കിൽ ഇതിലെ നടീനടന്മാർ മുഴുവനും പാകിസ്ഥാനി മുസ്ലിം കലാകാരന്മാരാണ്. ഉദാഹരണത്തിന് രാമനായി അഭിനയിച്ചത് അഷ്മൽ ലൽവാനി എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി കലാകാരനാണ്, നടനാണ്. സീതയായി അഭിനയിച്ചത് റാണ കാസ്മി എന്ന സുന്ദരിയായ നടിയാണ്. വേറൊന്ന് ഹനുമാനായി അഭിനയിച്ചത് ജിബ്രാൻ ഖാൻ എന്ന നടനാണ്. ഇതൊക്കെ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ അത് വലിയ തോതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാർത്താ പ്രാധാന്യമാണത്. നമ്മുടെ മലയാള മാധ്യമങ്ങളാണ് ഇത്തരം വാർത്തകൾ പലപ്പോഴും വേണ്ടത്ര കാണാതെ പോകുന്നത്. അതൊരു സങ്കടം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ സമയത്ത് ചരിത്രപരമായ ഈ ദൗത്യം പാകിസ്ഥാനിലെ കലാകാരന്മാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം രാജ്യങ്ങൾ, ഭരണകൂടങ്ങൾ തമ്മിൽ എത്രമായ കുടിലമായ മനസ്സോടെ ആയുധ കച്ചവടവും യുദ്ധങ്ങളും നടക്കുമ്പോഴും ലോകത്തിൽ ഒരിടത്തും കലാകാരന്മാർ അക്രമികളല്ല, ക്രിമിനലുകളല്ല, തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല. അവർ മാനവികതയുടെ വക്താക്കളാണ്. അവർ മനുഷ്യത്വത്തിന്റെ വക്താക്കളാണ്. അവർക്ക് ഭൂമിയിൽ ഒരു സമുദായമേ ഉള്ളൂ, അത് മനുഷ്യൻ എന്ന സമുദായമാണ്. ആ സന്ദേശമാണ് പാകിസ്ഥാനി കലാകാരന്മാർ ഏറ്റവും ഒടുവിൽ നമ്മൾ വിളിച്ചു പറയുന്നത്. ഇന്ത്യയുടെ അഭിമാനമായ ഇതിഹാസത്തെ, രാമായണത്തെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഭരണകൂടത്തോടുള്ള സകലമാന അമർഷവും നിലനിർത്തിക്കൊണ്ട് തന്നെ പാകിസ്ഥാനിലെ കലാകാരന്മാരെ നമുക്ക് നമിക്കേണ്ടി വന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.